സോ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് സോ എൻ്റെ അച്ഛൻ ആർമിയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും 2 മാസം വെക്കേഷൻ കിട്ടും, ലീവ് നാട്ടിൽ വരാൻ, അതായത് സമ്മർ വെക്കേഷൻ പോലെ. സോ എനിക്ക് തോന്നുന്നത് ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ആൻസിസ്റ്ററും, അതായത് തറവാട്ടിൽ ഒരു പശുത്തൊഴുത്തുണ്ട്. ഡെയറി ഫാം എന്ന് പറയാൻ പറ്റില്ല, because അത്രമാത്രം പശുക്കളൊന്നുമില്ല, ഒരു 4-5 പശുക്കൾ. അപ്പോൾ അന്ന് ആ ഫാമിൽ ജനിച്ച ഒരു കിടാവ് സ്നേഹത്തോടെ എല്ലാവരും ഗൗരി എന്ന് പേരിട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിയോ പൂച്ച അങ്ങനെ പെറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പശുക്കളോടും കിടാവിനോടായിരുന്നു കൂടെ അടുപ്പം. അപ്പം അങ്ങനെ ലൈക്ക് ആ ഒരു കിടാവിനെ ഗ്രോത്ത് നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇതേപോലെ വെക്കേഷനെ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഒരു 11th പഠിക്കുന്ന സമയം തോന്നുന്നു വന്നപ്പോൾ ഗൗരിക്ക് എന്തോ അസുഖം വരികയുണ്ടായി. ആൻഡ് എന്താ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് ആർക്കും മനസ്സിലായില്ല. മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അവർക്കങ്ങനെ വലിയ കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ അപ്പോൾ തന്നെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറിനെ വിളിക്കുക, അവർ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ അവർ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തൊട്ടടുത്തല്ലായിരുന്നു സ്ഥലം. അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഗൗരി. ആൻഡ് ഡോക്ടർ വന്ന് കുറേ ശ്രമിച്ചു നോക്കി, ബട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അന്ന് രാത്രി ഗൗരി മരിച്ചു. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചുകൂടി നേരത്തെ ഈ കാര്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ ഗൗരിൻ്റെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഒരു കാര്യം അന്ന് ഞാൻ 11th പഠിക്കുന്നതിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തോ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എഞ്ചിനീയറിംഗ് ഒരു 4th ഇയർ വന്നപ്പോൾ നമുക്ക് മേജർ പ്രോജക്റ്റ് എന്ന് ചെയ്യാനുള്ളൊരു ഫൈനൽ സെമസ്റ്ററിലൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ടോപ്പിക്ക് ചെയ്യുന്ന ആലോചിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ കോഫൗണ്ടറായ റോമിയോനോട് ഞാനിങ്ങനെ എൻ്റെ ആശയം പറഞ്ഞു, ദാറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതൊരു പ്രൊജക്റ്റായിട്ട് ചെയ്തുകൂടാം. അപ്പോൾ അദ്ദേഹത്തിനും ഇതൊരു പോസിബിൾ ഒരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ നമ്മളിതിനെ കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ഈ കേരളത്തിലുള്ള പ്രശ്നമോ അതോ ഇന്ത്യയിലുള്ള പ്രശ്നമല്ല, ഇതൊരു ഗ്ലോബൽ ഒരു ഇഷ്യൂ ആണ്, ഈ പശു മരിച്ചു പോണതും ഈ അസുഖം വരുന്നതും എല്ലാം. അപ്പോൾ അവിടുന്ന് മേജർ പ്രൊജക്റ്റായിട്ട് തുടങ്ങിയ ഒരു സംഭവം നമ്മൾ എന്തുകൊണ്ട് ഇതിനൊരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് മാറ്റിക്കൂടാ കോളേജ് കഴിഞ്ഞ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് ഒരു വർഷം ജോലിയൊക്കെ ചെയ്ത് ഞങ്ങൾ ജോലിയൊക്കെ രാജിവെച്ച് ഞങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് തുടങ്ങിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആയിരുന്നു ഇങ്ങനെ പശുക്കൾക്ക് വേണ്ടി ഒരു ഡിവൈസ്, അത് നമുക്ക് എത്രമാത്രം കർഷകരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ ഡിവൈസ് കൊണ്ട് നമ്മൾ അതിനു വേണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങാമെന്നുള്ള കോൺസെപ്റ്റിലെത്തിയത്. ഇപ്പോൾ ഏത് വർഷമാണ് കമ്പനി 2017 ഞങ്ങൾ പാസ് ഔട്ട് ആയത്. ഒരു വർഷം ഞങ്ങൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു. എന്നിട്ട് 2018 ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് പ്രീൻവാഡ് തുടങ്ങി. പിന്നെ ഒരു 2 വർഷം റിസർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു.